So hey guys, welcome back to another video of Minecraft Emerald Tycoon final and last episode. So ഇതാണ് നമ്മുടെ എമറാൾഡ് ടൈക്കോണിന്റെ ഫൈനൽ ആൻഡ് ലാസ്റ്റ് എപ്പിസോഡ്. സോ ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ നമ്മൾ നമ്മുടെ പ്ലെയിൻ ഉണ്ടാക്കി നമ്മൾ എസ്കേപ്പ് ആവും. സോ എസ്കേപ്പ് ആവുന്നും പോട്ടെ, നമ്മൾ ഇവിടുന്ന് യാത്ര പറഞ്ഞ് നമ്മൾ പോകും. സോ അത് ചെറിയ കാര്യമൊന്നുമല്ല, വളരെ അധികം വിഷമമുള്ളൊരു കാര്യം കൂടെയാണ്. നമ്മൾ എത്രമാത്രം ഒപ്പിച്ചാന്നും കൂടെ നമ്മൾ നോക്കണം. സോ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ എല്ലാം കംപ്ലീറ്റ് ആക്കും. എല്ലാം കംപ്ലീറ്റ് ആക്കുമെന്ന് വെച്ചാൽ നമ്മൾ 80% കംപ്ലീറ്റ് ആക്കി ഓൾറെഡി. ഇവിടെയുള്ള എല്ലാ സാധനവും വാങ്ങി. സോ ഇന്നത്തെ ഇതിൽ തന്നെ നമ്മളാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ സംഭവം വാങ്ങും. എൻ്റെ സൗണ്ട് എങ്ങനെ ഉണ്ടാകുന്ന എനിക്ക് അറിയത്തില്ല. ഞാൻ പറ്റുന്നത്ര മര്യാദയ്ക്ക് ഞാൻ എടുക്കാൻ നോക്കുന്നത്, ബട്ട് എങ്ങനെ ഉണ്ടാകുന്ന എനിക്ക് അറിയത്തില്ല. സോ ഒട്ടും പറഞ്ഞ് താമസിക്കുന്നില്ല. അതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ ഇപ്പം തന്നെ വീഡിയോ ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക, സബും ചെയ്യുക. ആൻഡ് ഓൾസോ വീഡിയോ മസ്റ്റായിട്ടെന്ന് പറയത്തില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ നോക്കുക. അതേപോലെ ഇതിൻ്റെ ഞാനിപ്പോൾ 5 എപ്പിസോഡ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഈ 5 എപ്പിസോഡിൻ്റെ ഫുൾ വീഡിയോ ഞാനാണെങ്കിൽ ഇത് ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങളിപ്പം ഇവിടം തൊട്ടാണ് കാണാൻ തുടങ്ങുന്നെങ്കിൽ ഇതിന് മുമ്പത്തുള്ള എപ്പിസോഡും കാണാൻ നോക്കുക. സോ ഇപ്പം നമ്മുടെ ടോട്ടലി 58,888 കിട്ടിയിട്ടുണ്ട്. സോ ഇത് തുറക്കുമ്പോൾ ഓൾറെഡി വീണ്ടും ഒരു 500 കിട്ടി. അങ്ങനെ നമുക്ക് 59,450 കിട്ടി. സോ ഫസ്റ്റ് തന്നെ ഇവിടെ ഉള്ള സംഭവം നോക്കാം. ഇവിടെ 1000 എമറാൾഡിന് ലൈറ്റിംഗ് ടോട്ടം ആൻഡ് 1000 എമറാൾഡിന് ഇത്. സോ ഇതങ്ങ് വാങ്ങി. ആൻഡ് ഓൾസോ ഇത്. സോ ഇത് എന്നാന്ന് വെച്ചാൽ എനിക്ക് ഐ തിങ്ക് നമുക്ക് ഫസ്റ്റ് തന്നെ ഈ സംഭവം ഓടിച്ചു നോക്കാം. ഇതൊരു മൈൻ കാട്ടാണ്. സോ ഇത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ചെറിയ സ്ലോ ആയിട്ടായിരിക്കും വരുന്നത്. അല്ലെ അത്യാവശ്യം നല്ല സ്പീഡുള്ളതാണ്. ഞാൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു മിനിമം സ്ലോയി വരുന്നതാണ് ഈ സംഭവം. അല്ല ഞാൻ നല്ലതായിട്ട് വരുന്നതാണ് കണ്ട് ഇത്. സോ ഇതിലും കൊള്ളാം. സോ ഇതെൻ്റെ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി എപ്പോഴെങ്കിലും വരുവാണേ ഓടിക്കാൻ വേണ്ടി. എപ്പോഴെങ്കിലും അല്ല, ലാസ്റ്റ് തവണ നമ്മൾ ഇതെല്ലാം ഒന്ന് ഇവിടെ ചുറ്റി കറങ്ങും തീർച്ചയായിട്ടും. സോ പിന്നെയുള്ള ലൈറ്റിംഗ് ടോട്ടം ഐ തിങ്ക് ദിസ് ഈസ് മറ്റേ എനിമികളെയൊക്കെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയുള്ള സംഭവമാണെന്ന് തോന്നുന്നു. ഇതെങ്ങനെയാണെന്ന് എനിക്ക് മറന്നുപോയി. അതന്നെ. സോ ഇന്ന് അവന്മാർക്ക് ഇതിൻ്റെ അകത്തേക്ക് വരാൻ പറ്റത്തില്ല, നമുക്ക് കഴിച്ച്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഒരു നിശ്ചിത സമയത്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ സംഭവം വരുന്നത്. അത് കഴിയുമ്പോൾ തന്നെ അങ്ങ് ഓഫ് ആവും. സോ ഇവിടുന്ന് 3000, 2500. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ നേരെ തിരിച്ച് നമ്മുടെ ഈ പെട്ടിയുടെ അടുത്തേക്ക് വരാനുള്ള ഒരു ഇതാണ്. ഇത് യൂസ്ഫുൾ ആണെന്ന് ചോദിച്ചാൽ അത്യാവശ്യം യൂസ്ഫുൾ ആണ്. ബട്ട് ഇത് യൂസ്ഫുൾ ആണ് അത്യാവശ്യം. പിന്നെ ഉള്ളത് ഇത് വണ്ടി. ഇതിന് വലിയ സ്പീഡ് ഉണ്ടെന്ന് ചോദിച്ചാൽ ശരിക്കും നല്ല സ്പീഡിൽ വരണ്ട, പക്ഷേ ചെറിയ ലാഗിന്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പയ്യൊരുമാതിരി പറന്നു പോകുന്നത്. എല്ലാം നല്ല സ്പീഡിൽ വരേണ്ടതാണ്. സോ നമുക്ക് നമ്മുടെ മറ്റേ ആ കുഴങ്ങൻ ഒറാങ്കുട്ടന്റെ അടുത്ത് നമുക്ക് കൊണ്ടുപോയി വെക്കാം. ഒറാങ്കുട്ട ഇതാ ഞാൻ വന്നു. ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ, വേണേ എടുത്ത് ഓടിച്ചോ. സോ അങ്ങനെ നമ്മൾ ഇതങ്ങ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നിന്നൊക്കെ നമുക്ക് കുറച്ച് നമ്മുടെ കണ്ടുപിടിക്കാൻ കേട്ടോ. യൂണോ മറ്റേ എമറാൾഡ് പെട്ടി അത് ഇവിടെ ഉണ്ടോന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഞാൻ പിന്നെ നോക്കാനൊന്നും പോയില്ല ഫോണിലൊന്നും. ബട്ട് സാധാ ഉള്ള എല്ലാ ബയോമിലും നമുക്ക് 3 എണ്ണം വെച്ച് കിട്ടിയെന്നാ തോന്നുന്നത്. സോ ഇവിടെ എവിടേക്കെങ്കിലും ഒളിപ്പിച്ചൊക്കെ വെച്ച് കാണും, നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ ഗെയിമല്ലേ. ഓ കിട്ടി ഗൈസ്. ഉറപ്പില്ല. ഞാൻ ഇവിടെ ഒരു ചെറിയ സ്ഥലം പോലെ കണ്ടു. ഇത് ഇറങ്ങിപ്പോയി കിട്ടാൻ ചാൻസ് ഉണ്ട്. പറഞ്ഞില്ല, തേണ്ടയിരിക്കുന്നു 1200. നമ്മൾ അന്ന് തപ്പാത്തതിന്റെ വിഷയമുള്ളായിരുന്നു. ഓക്കെ, കൊള്ളാം. നമുക്ക് ഇവിടുന്ന് കറക്റ്റ് കാണത്തില്ല ഇങ്ങനത്തെ ഒരു വരിയുള്ള കാര്യം. സോ അങ്ങനെ 3 എണ്ണം നമുക്ക് ഇവിടുന്ന് കിട്ടി. സോ എമറാൾഡ് പെട്ടിയുടെ കാര്യം സെറ്റ് ആയിട്ടുണ്ട്.
വിഷയമൊന്നുമില്ല. സോ നമുക്ക് നമ്മുടെ നേരത്തെ തന്ന എൻഡർ അങ്ങ് യൂസ് ചെയ്യാം. സോ നമുക്ക് ലാസ്റ്റ് ഇങ്ങോട്ടൊന്ന് വരണം. സോ ഓക്കെ, അതേപോലെ ഡെസേർട്ടിൽ മറ്റേ ഇവന്റ് നടക്കുന്നുണ്ട്. സോ നമുക്ക് അവിടെ ഇങ്ങോട്ട് ചെന്നേക്കാം. എന്നാ പറഞ്ഞാലും ഈ ഒരു ഇവന്റ് അത് എത്ര പറഞ്ഞാലും മറക്കത്തില്ല. ഡെസേർട്ടിലെ ഈ ഒരു ഇവന്റ് എവിടെയാണ് അതിന്റെ സ്ലോ മോഷൻ അങ്ങേ അറ്റാം. ഓക്കെ, ഇനി നമുക്ക് ഏതാണ്ട് 2 എണ്ണത്തെ കൂടെ കൊന്നാൽ മതി. സോ അങ്ങനെ 1000 ആയിരുന്നോ 10000 ആയിരുന്നോ? എടാ 10000 കിട്ടിയ ഇവന്റിൽ നിന്ന്. എടേ കൊള്ളാട്ട ഐറ്റം. ഇതെന്താ ഗെയിമിന്റെ ബഗ്ഗാണോന്ന് എനിക്ക് അറിയത്തില്ല. അത് ഇവര് പെട്ടെന്ന് നമുക്ക് ഇത്തരം പോയിന്റ്സ് കിട്ടാൻ വേണ്ടി തരുന്നതാണോന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് 6000 3000 ആയിട്ടുണ്ട്. ഐ റിയലി ലൈക്ക് ഇറ്റ്. സോ ഇന്ന് നമുക്ക് എടുക്കാനുള്ളത് ഇവിടെ ഉണ്ട്. സോ നമുക്ക് ഇതങ്ങ് ഫുൾ അങ്ങ് ക്ലൈം ചെയ്യാം. ഫസ്റ്റ് വണ്ടി, ക്രെയിനൊക്കെ ഉണ്ട് മേളിൽ, പിന്നെ ഇത്, പിന്നെ ഇത്. ഓക്കെ, ആവശ്യത്തിന് സാധനം കിട്ടി. സോ ഫസ്റ്റ് തന്നെ ഇൻഫിനിറ്റി കുക്കി. അതിന് മുമ്പ് ഇതങ്ങ് നോക്കാം. സോ പറഞ്ഞല്ലോ, എത്ര പറഞ്ഞാലും ക്രെയിനൊക്കെ ഓടുന്നുണ്ടോ? ഇത് ഒന്നാമതെ കുറെ ഫിസിക്സ് ഒക്കെ ആടിയിട്ടുണ്ട്. കണ്ട അതിന്റെ ഫ്രണ്ടിൽ കണ്ട ഒരു ഗോൾഡ് ബ്ലോക്ക് തൂക്കിയിട്ടേക്കുവാ കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു അത് ഗോൾഡ് ബ്ലോക്ക് ആണെന്ന്. ഇത് നമുക്ക് നമ്മുടെ ആ പപ്പന്റെ കയ്യിലങ്ങ് ഏൽപ്പിക്കാം. പുള്ളിക്കാരൻ ഗോൾഡ് ഒക്കെ മൈൻ ചെയ്യുമ്പോൾ ഉപയോഗിക്കട്ടെ. ഏത്? സോ സെറ്റ്. ഇനി ഇങ്ങോട്ട് തിരിഞ്ഞ്. ഓക്കെ, തിരിഞ്ഞ്. ഓക്കെ, ഇതങ്ങ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ അങ്ങനെ 3 വണ്ടി നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഡെസേർട്ടിൽ കൊണ്ടിടാനുള്ളത്, പിന്നെ ജംഗിളിൽ കൊണ്ടിടാനുള്ളത്, പിന്നെ മേസയിൽ കൊണ്ടിടാനുള്ള വണ്ടി നോക്കാം. പിന്നെ ഇവിടെ ആയിട്ട് വേറെ സംഭവമുണ്ട്. ഇതാണ് ഇത്. ഞെക്ക് കഴിഞ്ഞ് ഇത് പൊട്ടും. ഞെക്ക് എല്ലാം നമ്മുടെ ഒരു സെയിം സമയത്ത് പൊട്ടി നമ്മുടെ കൈ വരും. സോ ഇതെല്ലാം വാങ്ങിച്ചു. സോ നമുക്ക് ഇനി അവിടുത്തെ ഒന്നും കൂടെ വാങ്ങാനുള്ളതെന്നാ തോന്നുന്നത്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ലാസ്റ്റ് വാങ്ങാനുള്ള ഐറ്റം. ബട്ട് ഇതിന് 20000 രൂപയാണ്. ബട്ട് നോ കെയർ, നമ്മൾ റിച്ച് ആണ്. വാങ്ങി ഗൈസ്. അങ്ങനെ 20000 രൂപ വെറുതെ പോയി അല്ല. ഇപ്പൊ 26000 രൂപ. സോ എമറാൾഡ് ബിയർ. എമറാൾഡ് ബിയർ ഇങ്ങനെ ഓടിക്കാനുള്ള ഗുണേ ഉള്ളൂ. വെറുതെ വാങ്ങിയതാ. അയ്യോ, ഓടിക്കാനുള്ള ഗുണം ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകതയൊന്നും ഇല്ല. സോ ഇവിടെ കൊണ്ട് നിർത്തുക, ഇറങ്ങുക. സോ അങ്ങനെ നമ്മൾ എല്ലാ സ്ഥലത്തും ഒരു വണ്ടി പോലെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഇവിടെ എമറാൾഡ് ബിയർ, അവിടെ ഒരു ഡെസേർട്ടിന്റെ, ഇവിടെ വേറെ ഒന്ന് അങ്ങനെ. സോ നമുക്ക് ഇനി പെട്ടി ഒന്ന് തുറക്കാം. ഇങ്ങനെ കിട്ടുമെന്ന്, എന്നാ കിട്ടും നോക്കാം. സോ 3295. ഒരു കാര്യമില്ല. ഇനി 1,00,000 ഉണ്ടാക്കുന്നതാണ് അവരെ വെയിറ്റ് ചെയ്യണം. മര്യാദയ്ക്കൊന്നും വാങ്ങാൻ നേരെ കയറിയാൽ മതിയെന്നു. അതാണ് വെല്ലം ഉണ്ടാക്കാനുള്ള പൈസ കിട്ടിയത്. സോ നമുക്ക് ഇനി ഒന്നും കൂടെ ആദ്യം തൊട്ട് ഫസ്റ്റ് തന്നെ ഇവിടുന്ന് നമ്മൾ എല്ലാത്തിനെയും കൊല്ലുക. പിന്നെ അവിടെ നിന്ന് അങ്ങനെ പല സ്ഥലത്തുനിന്ന്. സോ ഫൈറ്റ് ആരംഭിക്കല്ലേ. വാ. ഓക്കെ, നമ്മളിത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. നമുക്ക് അങ്ങനെ 640 കിട്ടി. വലിയ ലാഭമൊന്നും ഇല്ലെങ്കിൽ, നമ്മുടെ ഇപ്പോഴത്തെ നില വെച്ച് വലിയ ലാഭമൊന്നും ഇല്ലെങ്കിലും പണ്ട് നമ്മൾക്ക് ഈ 640 വെച്ചാൽ വലിയ പൈസ ആയിരുന്നു കേട്ടോ. അത് നിങ്ങൾ ഓർക്കണം. പണ്ട് 650 വെച്ചാൽ വലിയ പൈസ ആയിരുന്നു. സോ അതേപോലെ ഇപ്പം ജംഗിളിൽ കണ്ടാണെന്ന് തോന്നുന്നത് ഒരു ഇവന്റ് നടക്കുന്നുണ്ടെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഇതും കൂടെ അങ്ങ് പൊട്ടിച്ചേക്കാം. ഇത് പൊട്ടിക്കുന്ന വെച്ചാൽ ഇതിപ്പം ഭയങ്കര ലാഗാട്ടോ. ലാഗെന്ന് വെച്ചാൽ നമുക്ക് ആ ലാഗിന്റെ ഫീൽ തോന്നില്ലെങ്കിലും ഗെയിമിന്റെ ഇത് മൊത്തം കോഡിങ് മൊത്തം ഭയങ്കര ബിസിയാണ്, ഡിലേ ആണ്. സോ ഇതൊക്കെ
പിക്കാക്സ് കൊണ്ട് പൊട്ടിക്കണോ? നേരെ അങ്ങോട്ട് എന്ന് വെച്ച് പൊട്ടിച്ചാൽ പോരെ. ഓക്കെ, അങ്ങനെ അവിടെ നിന്ന് 50 ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അത് 69. സോ നമുക്ക് ഇവിടെ നിന്ന് പഴം പറക്കാം. പെട്ടെന്ന് ഒന്നാമത് എനിക്ക് കണ്ണും നമുക്ക് കണ്ടുകൂടാ. ഓക്കെ, നമുക്ക് 10,000 ആണെന്ന് തോന്നുന്നു കേട്ടോ. അതെ, 10,000 കിട്ടി. ഇപ്പോൾ ഓരോ ഇവന്റിലും 10,000 വെച്ച് കിട്ടുന്നുണ്ട്. കാരണം ഇവർക്ക് തന്നെ അറിയാം 1 ലക്ഷം ഒപ്പിക്കാൻ കുറെ സമയം എടുക്കുന്നു. സോ അതും എല്ലാം ഒന്ന് ഒരു മെയിൻ്റെനൻസ് ആയിട്ട് പോകാൻ വേണ്ടിയാണ് ഓരോ ഇവന്റും 10,000 വെച്ച് തരുന്നത്. താങ്ക് യു. സോ നമുക്ക് ഇനി നേരെ പോകാനുള്ളത് നമ്മുടെ ഇതിലേക്കാണ്, അവിടെ ഡെസേർട്ടിലേക്ക്. കാരണം ബാക്കിയുള്ള സ്ഥലത്തേക്കെല്ലാം നമ്മൾ പോയി. ഇനി ഡെസേർട്ടിൽ പോയി ഫൈറ്റ് ചെയ്യുക, അവിടെയുള്ള ആൾക്കാരെ മൊത്തം കാണുക. സോ ഫസ്റ്റ് തന്നെ ഫൈറ്റ് ചെയ്തേക്കാം. വരുക, അപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാറാ. വേണ്ട, നിൽക്കുന്ന കണ്ട. മിസ്റ്റർ ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഡെസേർട്ടിലെ ഫൈറ്റും കൂടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 1350 സംതിങ് കിട്ടിയിട്ടുണ്ട്. 1350 കിട്ടി. സോ നമുക്ക് ഇനി നേരെ ചെന്ന് ആ പെട്ടിയും കൂടെ പൊട്ടിച്ചേക്കാം. പെട്ടിയല്ല, ഓക്കെ, പൊട്ടിച്ച ഏകദേശം എത്ര കിട്ടി ഞാൻ നോക്കിയില്ല. 770 കിട്ടി. പച്ചാനെ സുഖല്ലേ? നമ്മളൊക്കെ മറക്കല്ലായിട്ട് വെച്ചു. ഓക്കെ, 50 വെച്ച് നമ്മളൊക്കെ മറക്കല്ലായിട്ട് വെച്ചു. നമ്മളുള്ളതുകൊണ്ടാ ഇങ്ങനെ ഒരു നിലവാരത്തിൽ ജീവിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ജംഗിളിലെ പരിപാടിയും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ജംഗിളും മൊത്തം നമ്മൾ കംപ്ലീറ്റ് ആക്കി. 3050 കിട്ടി. നൈസ്. ഓക്കെ, നമ്മളെല്ലാത്തിനും കൊന്നിട്ടുണ്ട്. അത് നമുക്ക് 10,000 കിട്ടിയിട്ടുണ്ട്. നൈസ്. ഓക്കെ, 420 കിട്ടി, മതി, ധാരാളം. അങ്ങനെ നമ്മൾ 60,000 തിരിച്ചെത്തിയിരിക്കുന്നതാണ്. സോ നമുക്ക് ഇനി 40,000 കൂടെ മതി നമ്മുടെ ബാക്കിയുള്ള കാര്യത്തിലേക്ക്. നേരെ പോയി ഫസ്റ്റ് നമുക്ക് ഫൈറ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, ഫൈറ്റ് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. സോ അയക്കുന്നു. ഇളമാരെ കൊന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഫൈറ്റിന്റെ അവസാനം നമ്മുടെ നെതറൈറ്റ് സോഡ് വരെ പൊട്ടിപ്പോയിട്ട്, സത്യം പറയാം നെതറൈറ്റ് സോഡ് വരെ പൊട്ടിപ്പോയി. കൊള്ളാം. അങ്ങനെ നമ്മുടെ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ചെയ്തിട്ട് ഒരു ബ്ലാസ്റ്റ്. ഓക്കെ, ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ നമ്മുടെ 70,000 ആയിട്ടുണ്ട്. സോ ഇപ്പം ഇവിടെ എന്താ തീ പിടിക്കുവാന്ന് കണ്ട് പറഞ്ഞു. ഉയ്യോ, എന്തുപടി ഇത്? വെള്ളം എടുക്കാനുള്ള ഓപ്ഷൻ അതേണ്ട ഇപ്പം വന്നു. അവിടെയാണ് വെള്ളം എടുക്കണ്ടേ. സോ വെള്ളം എടുത്തു. സോ നേരെ ചെന്ന് കെടുത്തുക. ഓക്കെ, ഫസ്റ്റത്തെ ഒന്ന് കെടുത്തിട്ടുണ്ട്. സോ ഇനി 4 എണ്ണം കൂടെ കെടുത്തിയാൽ മതി. അങ്ങനെ കെടുത്തി 10,000 രൂപ നമ്മളുടെ ഒപ്പിച്ചിട്ടുണ്ട്. സോ അങ്ങനെ 82,000 ആയിട്ടുണ്ട്. സോ നമുക്ക് ഇനി 20,000 കൂടെ മതി നമുക്ക് ഒപ്പിക്കാന്. സോ അതെങ്ങനെ ഒപ്പിക്കണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം എൻ്റെ ആക്സ് സോഡ് പോയി. പക്ഷെ ഇപ്പം കിട്ടുന്നില്ല. എന്ത് ബഗ് ആണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. സോ എന്തായാലും പോയി. ഒരു കാര്യം ചെയ്യാം, ഇനി ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ട വരുമായിരിക്കും. സോ ഞാൻ ഇനി വെയിറ്റ് ചെയ്യട്ടെ. അപ്പോഴേക്കും നിങ്ങൾ പോയി ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് പോവാ.
ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ കയ്യിൽ 93,740 എമറാൾഡ്സ് ആയിട്ടുണ്ട്. സോ അതേപോലെ ഇപ്പം ഡെസേർട്ടിൽ ഒരു ഇവന്റും കൂടെ നടക്കുന്നുണ്ട്. സോ നമുക്ക് ആ ഇവന്റും കൂടെ കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ 1,00,000 എമറാൾഡ്സ് കൈ കിട്ടും. സോ നേരെ വന്ന് ഉള്ള എല്ലാ ജീവികളെയും അങ്ങ് തട്ടിയാൽ മതി. സോ ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മുടെ കൈ 1,03,740 അങ്ങനെ ആയിട്ടുണ്ട്. സോ ഗുഡ് ബൈ ഡെസേർട്ട് ബയോം. സോ അങ്ങനെ ഡെസേർട്ട് ബയോമിൽ അവസാന കാഴ്ചയാണ്. സോ ഇനി നമുക്ക് നേരെ ചെന്ന് ജംഗിളിലും കൂടെ പോയേക്കാം. അങ്ങനെ ജംഗിളിൽ എത്തിയിട്ടുണ്ട്. ജംഗിളിൽ എത്തി. ഗുഡ് ബൈ ജംഗിൾ. സോ ഇനി അടുത്താണ് കാണാം. സോ അത് പറഞ്ഞപ്പോഴാണ്, ജംഗിളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം കൂടെ പറയാൻ പറഞ്ഞത്. ഇതാണ്ട് ഇവന്റെ പേര് കണ്ടോ? ഇവന്റെ പേര് ശരിക്കും കണ്ടോടെ കണ്ടോ? The orangutan stomach starts to rumbling in the jungle. Collect 20 bananas around the jungle for the orangutan. സോ ഇതിന്റെ പേര് ഒറാങ്കുട്ടൻ എന്നാ. തിരികെ എൻ്റെ ഡൗട്ട് അനുസരിച്ച് ഒരു മലയാളി ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നത് ഈ ഒരു എമറാൾഡ് ടൈക്ക് കൊണ്ട്. എനിക്കറിയത്തില്ല, എന്നാലും കൊള്ളാം. സോ ബൈയുടെ ഒറാങ്കുട്ട. അതേപോലെ ബൈ ദ ജംഗിൾ. മേസ ഭയം പണ്ടേ ഒരു ഇഷ്ടപ്പെട്ട ഒരു ഭയം തന്നെയായിരുന്നു മേസ. സോ അപ്പൊ ശരി, അതിന്റെ മുകളിലൊക്കെ എനിക്ക് കയറണമെന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ നമ്മുടെ എമറാൾഡ് ടൈക്കൂണിന് ഗുഡ് ബൈ പറയാറായിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് ചെന്നൊന്ന് കിടക്കാം. രാവിലെ ഒന്നാക്കാം. സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ നേരെ ചാടി. സോ നമുക്ക് ഇനി ഈ സ്ഥലത്തോടും ഗുഡ് ബൈ പറയാറായിട്ടുണ്ട്. നമ്മുടെ 5 ട്രോഫികൾ നമ്മുടെ ഓർമ്മകളിൽ ഇരിക്കട്ടെ. സോ അവസാനമായിട്ട് നമ്മുടെ പെട്ടി കൂടെ തുറന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 മിനിറ്റ് ഞാൻ ഈ പെട്ടിയുടെ ഇവിടെ എന്നാണ്. സോ എത്ര കിട്ടും നോക്കാം. 5,629. അങ്ങനെ 10,871 ആയിട്ടുണ്ട്. സോ നമുക്ക് വേണ്ട ഗുഡ് ബൈ പറയാം. സോ നേരെ വന്ന് ഓപ്പൺ ആക്കുക. വാട്ടർ പോട്ട് റെഡി. നമുക്കൊന്നും ചെയ്തു തീർക്കാനില്ല ഇവിടെ. സോ അപ്പൊ ശരി, പിന്നെ കാണാം. സോ നമുക്ക് നേരെ കയറി പോകാം അതില്. സോ നേരെ ചെല്ലുക. സോ നമുക്ക് പോവാം. ഓക്കെ ഗുഡ് ബൈ. യു ആർ ഗോയിങ് ടു ക്രിയേറ്റ് ഗെയിം കംപ്ലീറ്റഡ്. So thank you for playing it. Go on there. Goodbye.